ജീവപര്യന്തം അഴിയെണ്ണാം. ഇടുക്കി മുട്ടത്തെ സരോജിനി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത്. മുട്ടം സ്വദേശി സരോജിനിയാണ് വാരിയെല്ലുകൾ ചവിട്ടിയൊടിച്ച ശേഷം പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മാർച്ച് 31 സംഭവം. മരിച്ച സരോജിനിക്ക് 6 കോടി രൂപയുടെ ഭൂസ്വത്തുണ്ടായിരുന്നു. ഇത് ഭാഗം വെച്ചതിലുള്ള വിരോധമാണ് ക്രൂരമായ കൊലപാതകത്തിൽ എത്തിച്ചത്. പ്രതിയാകട്ടെ മരിച്ച സരോജിനിയുടെ സഹോദരി പുത്രനും. മുട്ടം തോട്ടുംകരയിലെ സരോജിനിയുടെ വീട്ടിൽ വെച്ചാണ് കൃത്യം നടത്തിയത്. ആദ്യം സരോജിനിയുടെ 5 വാരിയെല്ലുകൾ ചവിട്ടിയൊടിച്ചു. പിന്നീട് മണ്ണെണ്ണ ഉപയോഗിച്ച് തീ കൊളുത്തി. ശേഷം വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നു വിടുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായെന്നും ഇതിലൂടെയാണ് മരണം സംഭവിച്ചതെന്നും വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതി ആവത് ശ്രമിച്ചു. എന്നാൽ കൃത്യമായ അന്വേഷണവും ശാസ്ത്രീയ പരിശോധനയിലും മരണം കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. അങ്ങനെയാണ് 2021 ജൂൺ 22 പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വിവിധ വകുപ്പുകളിലായി പ്രതി 33 വർഷം തടവ് അനുഭവിക്കണം. അതുകൂടാതെ 1.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം നടത്തിയതെന്ന് ഇടുക്കി ജില്ലാ കോടതി നിരീക്ഷിച്ചു. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കുരുക്കിയത്. ഗ്യാസ് സ്റ്റൗവിൽ തീ പടർന്നു പിടിച്ചെന്നൊക്കെയാണ് ആദ്യം പ്രചരിപ്പിച്ചത്. അതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ രേഖകളുടെയും മൊഴികളുടെയും തെളിയിക്കാൻ സാധിച്ചു. അവരുടെ പരിശോധന, വളരെ ശാസ്ത്രീയ പരിശോധനകൾ കേസിന്റെ നിർണായക തെളിവായി. പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിക്ക് ജീവപര്യന്തം ലഭിച്ചതിൽ പ്രോസിക്യൂഷനും നാട്ടുകാരും തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ അപ്പീലിന് പോകേണ്ടതില്ലെന്നാണ് തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.